നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബട്ടർഫ്ലൈസ്. പേപ്പർ വെച്ച് ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ പോകുന്നതാണ്. അതിന് വേണ്ടി 2 ഇഷ്ടപ്പെട്ട കളർ വെച്ചുള്ളത് ഈ പേപ്പർ വേണം. അത് നമ്മൾ വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട കളറിലെ ചേരുന്ന കളറിലെ സ്കെച്ച്, അത് കഴിഞ്ഞിട്ട് കത്രിക, പിന്നെ പെൻസില്, പിന്നെ പശ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ ഞാൻ ഒരു കളർ എടുക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ നൂത്തത്ത് ഇങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മൾ പെൻസിൽ എടുക്കണം. എന്നിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സൈസിലെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ നല്ല വൃത്തിക്ക് വരച്ചപ്പോൾ ഉണ്ട്. ഇനി അടുത്തത് ഡിസൈൻ വരയ്ക്കാനാണ്. കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കത്രിക എടുക്കണം. അതാണ് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അകത്ത് കട്ട് ചെയ്യണം. നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തപ്പോൾ ഉണ്ട്. ഇനി 2ാം സൈഡ് കട്ട് ചെയ്യണം. കണ്ടോ? അങ്ങനെ നമ്മൾ മേളിലെല്ലാം കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് താഴെ കട്ട് ചെയ്യണം. നമ്മൾ വരച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. കണ്ടോ? നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇത് നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞു. ഇത് നമ്മൾ മടക്കി വെക്കും. ഇത് നമ്മൾ അടുത്ത് എടുക്കാൻ പോവാണ്. ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇത് അങ്ങനെ മടക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പകുതി ബട്ടർഫ്ലൈ എടുത്തിട്ട് അതിൻ്റെ അളവ് നമ്മൾ ഇങ്ങനെ എടുക്കണം. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ വേണം വരയ്ക്കാൻ. കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം ഈ ബ്ലാക്ക് വരയ്ക്കാൻ. എന്നാലേ ബാക്കിലുള്ളത് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഇതെടുക്കുവാണ്. ഒരു തെറ്റിപ്പറ്റിപ്പോയി. ഇങ്ങനെ കീറി എടുക്കാം.
പോവാണ്. എന്നിട്ട് നമ്മൾ കണ്ടേ ഇങ്ങനെ നമുക്ക് തുടങ്ങാം. വെട്ടി വെട്ടി പോവാണ്. അങ്ങനെ നമ്മൾ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതും തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ ഫുള്ളും തുറന്നു കഴിഞ്ഞു. ഇത് നമ്മൾ ഇതെടുത്തിട്ട് നമുക്ക് വെച്ച് നോക്കാം ശരിയായോന്ന്. ഓക്കെ, ശരിയായിരിക്കുന്നു. നമ്മൾ നമ്മുടെ പശ എടുക്കണം. ഇപ്പം പിന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെൻസിൽ വെച്ചിട്ടത്. നമുക്ക് തുടങ്ങാം. ഇതിനകത്തോട്ട് നമ്മുടെ പശ അങ്ങോട്ട് തേച്ച് കൊടുക്കണം. ഏതാണോ ബാക്ക് ഭാഗം അവിടെ നമ്മൾ കണ്ടേ ഇങ്ങനെ നല്ല വൃത്തിക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കണം. നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈക്കകത്ത് നമ്മൾ ഏതാ ബാക്ക് ഭാഗം കണ്ടു വച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ പശ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കണ്ടോളൂ, നമ്മൾ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കണം. അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലാക്ക് എടുത്തിട്ട് ഉണ്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലാണ്. നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ മടക്കണം. കണ്ടോ, അങ്ങനെ ഇത് ഉണങ്ങുന്ന വരെ നമ്മൾ ഇങ്ങനെ വെച്ച് വെക്കണം. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ ബ്ലാക്ക് എടുക്കണം. എന്നിട്ട് ഇത്രയും ഭാഗം ഈ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മൾ ഇതെന്തിനാന്ന് വെച്ചാല് ബാക്കിൽ നമുക്ക് ചുരുട്ടി വെക്കാനാണ്. നമ്മൾ നല്ല ഭാഗം ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടി ഇങ്ങനെ വെക്കണം. കണ്ടോ, ചുരുട്ടി ഇങ്ങനെ വെക്കണം. നല്ല കനം കുറച്ച് വേണം ചുരുട്ടാൻ, കനം കൂട്ടല്. ഇതുപോലെ നമ്മൾ ചുരുട്ടണം. അങ്ങനെ ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പശ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ തേക്കണം. കണ്ടോ, എന്നിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇതെടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സോറി, ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി. ഇത് നമുക്കൊന്ന് കനം കുറയ്ക്കണമായിരുന്നു. കണ്ടോ,
നല്ല രീതിയിൽ കനം കുറച്ചിട്ട് വേണം ഇങ്ങനെ മടക്കാൻ. എന്നിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നടുക്ക് നമ്മളിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇളകിപ്പോവും. കണ്ടോ, ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഈ ബട്ടർഫ്ലൈയുടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ബട്ടർഫ്ലൈയുടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒട്ടിക്കാൻ പോകാം. ഈ ബട്ടർഫ്ലൈസ് ഒട്ടിക്കാം. നമുക്ക് ഈ ബട്ടർഫ്ലൈസ് ഒട്ടിക്കാമേ. പശ എടുത്ത് ഈ ഭാഗത്ത് നല്ല വൃത്തിക്ക് നേരെ വേണം. ഞാൻ തേച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിത് ഒട്ടിക്കാം. ഞാൻ ഇപ്പൊ ഇവിടെ ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ചേരുന്ന സ്കെച്ച് പെൻ എടുത്തിട്ട് തുറക്കണം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ കൂട്ട് നമ്മള് മേളില് ഇതുപോലെ വരച്ചു കൊടുക്കണം. കണ്ടോ, നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മള് ഈ നടുക്കും കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഇനി ഞാൻ ഉണ്ടാക്കിയ ബട്ടർഫ്ലൈസ് നിങ്ങളെ കാണിക്കാം. ആദ്യമേ നമുക്ക് അപ്പുറത്തെ മുറിയിൽ നിന്ന് തുടങ്ങാം. ഇനി ഞാൻ നിങ്ങളെ ഈ ബട്ടർഫ്ലൈസും കൂടെ ഞാൻ കാണിക്കാം. ഇനി നമുക്ക് അപ്പുറത്തെ മുറിയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയായി വരാം. ബൈ.